ദൈവദശകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു നമസ്കാരം. 91ാമത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നത് ശിവഗിരിയുടെ പുണ്യഭൂമിയായ ഗുരുദേവന്റെ മണ്ണിലാണ്. തീർത്തും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം തോന്നാവുന്ന നിമിഷങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ പ്രായഭേദമന്യേ എത്തി ഗുരുദേവനെ കണ്ട് ദർശന സായുജ്യം അടയുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. പ്രകൃതിയാണെങ്കിലും തീർത്തും വളരെ ഭക്തർക്ക് അനുകൂലമായി ഭക്തരോടൊപ്പം കൂട്ടു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കുറച്ച് ചൂട് ഉണ്ട് എങ്കിൽ കൂടി തന്നെയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇളം കാറ്റ് ഈ ഭക്തരെ തഴുകി തലോടി പോകുന്നൊരു കാഴ്ചയുണ്ട്. അത് തീർത്തും അതൊരു സുഖം തരുന്ന ഒരു അനുഭവം തന്നെയാണ്. എല്ലാവരും വന്ന് ഗുരുദേവനെ കണ്ട് ഈ ഒരു നിമിഷങ്ങൾ വളരെ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിമിഷമായി പോകുന്നൊരു കാഴ്ച തന്നെയാണ് കാണുന്നത്. അവർ പലരും പല സ്ഥലങ്ങളിൽ നിന്നും ദൂരെ നിന്ന് തലേദിവസിയൊക്കെ വന്ന് ഇവിടെ റൂമുകൾ എടുക്കുകയും അതല്ലാതെ വരുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടി ഇവിടെ വരിക എന്നുള്ളത് ഗുരുദേവനെ കണ്ട് ഗുരുദേവൻ്റെ ദർശന സായുജ്യം അടഞ്ഞ് ഗുരുദേവനോട് പരാതിയും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് ഇനിയുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ അടുത്ത വർഷവും തീർത്തും മനോഹരമായ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയും നല്ലൊരു എന്താ പറയുന്ന അനുഗ്രഹങ്ങൾ ഗുരുദേവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ പുണ്യഭൂമിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർത്തും മനോഹരമായ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. എങ്ങും മഞ്ഞ വേഷം അണിഞ്ഞ വേഷധാരികൾ ഗുരുദേവനെ കണ്ട് തൃപ്തിയോടെയാണ് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. എങ്കും ആർക്കും ആരെയും ഒരു പ്രശ്നങ്ങളുമില്ല. തീർത്തും വളരെ സമാധാനപരമായി എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരവർ ചെയ്ത് ദർശന സായുജ്യം അടയുന്ന ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൈവദശകം ടിവിയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. തീർത്തും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അല്പം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വന്ന് ഗുരുദേവനെ കണ്ട് ദർശന സായുജ്യം അടഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹവും ഇവിടെ വന്ന് ദർശന സായുജ്യം അടഞ്ഞ് പോവുകയുണ്ടായി. അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായി. സാധാരണ ജനങ്ങൾക്ക് അവിടെ തടയുകയുണ്ടായി. അത് കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി ജനങ്ങൾ കൂടുതൽ വരുമ്പോൾ VIP-കൾക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തും ചെറിയൊരു ഒരു 10 മിനിറ്റ് ഒന്ന് നിൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ പരമോന്നത ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ദൈവദശകം TV ഈ ശിവഗിരിയുടെ ഈ കാഴ്ചകൾ തുടർന്നും വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. പദയാത്രയുടെ ചടങ്ങുകളാണ് ഇപ്പോൾ കാണുന്നത്. പുത്തൻകുളം എന്ന സ്ഥലത്തെ പദയാത്രയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും ഗുരുദേവന്റെ മുന്നിൽ ദർശന സായുജ്യമടയാൻ വരുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും. പുത്തൻകുളം എന്ന സ്ഥലത്തെ പദയാത്രയാണ് ഈ കടന്നു വന്നിരിക്കുന്നത്. തീർത്തും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് എല്ലാ ഭക്തജനങ്ങൾക്കും. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളോടെയാണ് ഈ ശിവഗിരിയുടെ മണ്ണിലേക്ക് കടന്നു വന്ന് ഗുരുദേവന്റെ ഒരു നിമിഷത്തെ ഗുരുദേവന്റെ ദർശനം കിട്ടി സായുജ്യമടയാനാണ് എല്ലാ ഭക്തജനങ്ങളും എത്തുന്നത്. പ്രായഭേദമന്യേ എല്ലാത്തരം ആൾക്കാരും എല്ലാ ഭക്തജനങ്ങളും ഈ ശിവഗിരിയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ ദൈവദശകം TVക്ക് കാണാൻ സാധിച്ചത്. അത് നിങ്ങളിലേക്ക് ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ കടമ. പുത്തൻകുളം എന്ന സ്ഥലത്തെ പദയാത്രയാണ് അല്പം മുമ്പ് കടന്നുപോയത്. തീർത്തും സന്തോഷം ജനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഭക്തജനങ്ങൾ എല്ലാത്തരം പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ്. അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിയുണ്ടായി. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹവും ഇവിടെ എത്തിയുണ്ടായി. അതുപോലെ തന്നെ വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഓരോ കാഴ്ചകൾ നമുക്ക് ദൈവദശകം ടി വിയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും പല സ്ഥലങ്ങളിൽ നിന്നും പല പ്ലോട്ടുകൾ പോലെയുള്ള സംഭവങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് പുത്തൻകുളം എന്ന സ്ഥലത്തെ പുത്തൻകുളം എന്ന സ്ഥലത്തു നിന്ന് വന്ന പദയാത്രയാണ് അല്പം മുമ്പ് ഈ നമ്മുടെ ദൈവദശകം ടി വിയുടെ മുന്നിലൂടെ കടന്നുപോയത്. തീർത്തും സന്തോഷം ജനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും ഗുരുദേവൻ്റെ പതാരവിന്ദങ്ങളിൽ വന്ന സാഷ്ടാംഗം വീണ് ഗുരുദേവനോട് പരിഭവങ്ങളും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഗുരുദേവൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഇനിയും ഉണ്ടാകരുത്, അല്ലെങ്കിൽ നല്ലൊരു അവസരങ്ങൾ, നല്ല ജീവിത മാർഗങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ, രോഗദുരിതങ്ങൾ, അങ്ങനെ ജനങ്ങൾക്കുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഗുരുദേവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഗുരുദേവൻ്റെ അടുത്ത് പരാതിയും പരിഭവമായിട്ട് പറയുന്ന നിമിഷങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത്. തീർത്തും സന്തോഷത്തോടെ തന്നെയാണ് ജനങ്ങൾ ഇവിടെ വന്ന് ഗുരുദേവനെ കാണുന്നത്. ഇതിപ്പോൾ അല്പം മുമ്പ് പുത്തൻകുളം എന്ന സ്ഥലത്തു നിന്നാണ് ഒരു പദയാത്ര പോയത്. ഇനിയും നിരവധി പദയാത്രകളുടെ ഒരു അകമ്പടി തന്നെ, പദയാത്രയുടെ അകമ്പടി തന്നെ വരാനുണ്ട്. അത് ദൈവദശകം ടി വിയിലൂടെ നമ്മൾ അത് കാണിക്കുന്നതായിരിക്കും. പ്രകൃതി തന്നെ തീർത്തും എന്താ പറയുക, നിശ്ചലമായി നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ തീർത്തും മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ നിൽക്കുന്നത്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വന്ന പദയാത്രകളാണ്. അല്പം മുമ്പ് കടന്നുപോയത് പുത്തൻകുളം എന്ന ഒരു പദയാത്രയായിരുന്നു. ഇനിയും നിരവധി വരാൻ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ദർശന സായുജ്യം ഉണ്ടാകട്ടെ. ഗുരുദേവൻ്റെ അടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും ഗുരുദേവൻ്റെ മുമ്പിൽ പറഞ്ഞ് വരും വർഷങ്ങളിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുന്ന വർഷങ്ങളിലും നല്ലൊരു സമാധാനപരമായ ജീവിതം, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗദുരിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെ പല ജനങ്ങൾക്കും പല പ്രയാസങ്ങളാണല്ലോ. എല്ലാം മാറി നല്ലൊരു സമാധാനപരമായ ഒരു ജീവിതമാകണേ എന്ന് ഗുരുദേവൻ്റെ മുമ്പിൽ കാണുവീണ് പറയാൻ വേണ്ടി ദൂരെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വന്നെത്തുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായി നിൽക്കുന്നൊരു കാഴ്ച തന്നെയാണ്. 91ാമത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ദൈവദശകം ടി വി നിൽക്കുന്നത് ശിവഗിരിയുടെ പുണ്യഭൂമിയായ നാരായണ ഗുരുസ്വാമിയുടെ മുമ്പിലാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തീർച്ചയായും പുതിയൊരു ഒരു ചടങ്ങിന് വേണ്ടി ആൾക്കാർ ഇപ്പോൾ അവിടേക്ക് ക്യൂവിലേക്ക് നിൽക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പം അല്പം മുമ്പ് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ തിരക്ക് കൂടിയോ എന്ന് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ തിരക്കുകൾ ഈ ശിവഗിരിയുടെ ഈ പുണ്യഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും ഗുരുദേവൻ്റെ ദർശനം കിട്ടി സായുജ്യമടയുക, വരും വർഷങ്ങളിലും രോഗദുരിതങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നല്ലൊരു മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് തിരക്കിലൊരു ശമനം തോന്നിയെങ്കിലും ഇപ്പോൾ തീർത്തും വളരെ
നല്ലൊരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ ഭക്തജനങ്ങളാണ് ഈ വർക്കലയുടെ മണ്ണിൽ ശിവഗിരിയുടെ പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാരായണ ഗുരുസ്വാമി അനുഭാവനം ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ കാര്യങ്ങൾ, അത് എല്ലാ ജനങ്ങളും അത് ഉൾക്കൊണ്ട് ആ പാത പിന്തുടർന്നാണ് പോകുന്നത്. തീർത്തും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെയാണ് എത്തുന്നത്. എങ്കിൽ കൂടി തന്നെ അവർ വരുന്നത് ഗുരുദേവനെ ഒരു നോക്ക് കാണാൻ, ഗുരുദേവനോട് പറഞ്ഞ് ഓരോ പരിഭവങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ്, അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് വരുന്ന അടുത്ത വർഷവും വരുമ്പോഴും ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറണമേ ഗുരുദേവ എന്നുള്ള പ്രാർത്ഥനയോടെ തന്നെയാണ് എല്ലാവരും വരുന്നത്. തീർത്തും സന്തോഷത്തിൻ്റെ പ്രകൃതി തന്നെ തീർത്തും അനുഗ്രഹം ചൊരിയുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രകൃതി ഒരു മരച്ചില്ലകൾ പോലും അനക്കം ഇല്ലാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. വെയിലുണ്ടെങ്കിൽ തന്നെയും അത് വലിയൊരു കാഠിന്യം തോന്നാത്ത രീതിയിൽ തന്നെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് പ്രകൃതി വരെ നമ്മളോട് അല്ലെങ്കിൽ ഭക്തജനങ്ങളോട് എടുത്ത് കാണിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന വളരെ ഒരു കാഴ്ച തന്നെയാണ് ദൈവദശമി TV-ക്ക് കാണാൻ സാധിക്കുന്നത്. തീർത്തും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. അല്പം മുമ്പ് പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും പദയാത്ര കടന്നു പോയിരുന്നു. ഇനിയും നിരവധി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പദയാത്രകൾ വരാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ദൈവദശമി TV ഇവിടെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും കണ്ണുകളോടെ ഊപ്പി നിന്ന് ഗുരുദേവൻ്റെ അടുത്ത് പരാതിയും പരിഭവങ്ങളും എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരയണമേ. ഞങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജോലി സംബന്ധമായി അല്ലെങ്കിൽ മറ്റ് ഓരോ വ്യക്തികൾക്കും ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്തു തന്നെ ആയിക്കോട്ടെ, എല്ലാം വളരെ ഇനിയും വരുന്ന വർഷങ്ങളെങ്കിലും മാറി നല്ലൊരു സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ, ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പുകൾ കയറി ബുദ്ധിമുട്ടി പ്രായമുള്ളവരാണേലും ആ ബുദ്ധിമുട്ടുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഗുരുദേവന്റെ ആ ഒരു ദർശനം കിട്ടാൻ വേണ്ടി ഈ പുണ്യഭൂമി ശിവഗിരിയുടെ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ അല്ലെങ്കിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പല പ്രായത്തിൽപ്പെട്ടവർ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെ തന്നെയാണ്. ഈ 91ാമത് ശിവഗിരി പദയാത്രയാണ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നത്. അതിന് മുന്നോടിയായി പല ജില്ലകളുടെ പല ഭാഗങ്ങളിൽ നിന്നും മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ ചെയ്ത പോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഈ ശിവഗിരിയുടെ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വെയിലിനെ അവഗണിച്ച് അല്ലെങ്കിൽ അവർ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പാടെ അവഗണിച്ച് നാരായണ ഗുരുസ്വാമി ഗുരുദേവൻ എന്നുള്ളൊരു ആപ്തവാക്യം മനസ്സിൽ കണ്ട് ഗുരുദേവനെ ലക്ഷ്യമാക്കി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഈ ഗുരുദേവൻ്റെ പുണ്യഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് എടുത്തു പറയേണ്ട. ഒരു മന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുകയുണ്ടായി. ഗുരുസ്വാമിയുടെ മുമ്പിൽ വന്ന് ദർശന സായുജ്യം അടഞ്ഞു. അതേപോലെ വെള്ളാപ്പള്ളി നടേശനും അല്പം മുമ്പ് വന്ന് ഗുരുദേവനെ കണ്ട് ദർശന സായുജ്യം അടഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് ദൈവദശമി TV-യിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. തീർത്തും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ
നിമിഷങ്ങളും ഒന്നും ബാക്കി വയ്ക്കാതെ ദൈവദശകം TV-യിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. തീർത്തും സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതി അത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. പ്രകൃതി തന്നെ വളരെ അല്പം വെയിലുണ്ടെങ്കിൽ കൂടി തന്നെ വെയിലിന് വലിയൊരു ഒരു കാഠിന്യം തോന്നാത്ത ഒരു നിമിഷങ്ങളാണ്. ഇപ്പോൾ ഏകദേശം സമയം 11-11:30 ആകാറാകുന്നു. ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ എങ്കിൽ കൂടി തന്നെ ചൂടിന് വലിയൊരു കാഠിന്യം തോന്നാതെ ഭക്തരുടെ ഒപ്പം തന്നെയാണ് പ്രകൃതി വരെ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പദയാത്രയുമായിട്ട് ഈ ഗുരുദേവനെ ലക്ഷ്യമാക്കി ആണ് ഗുരുദേവനെ കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു പദയാത്ര നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്നു. ഇനിയും വിവിധ പദയാത്രകൾ ഈ ഒരു പാതയിലൂടെ തന്നെയാണ് വരുന്നത്. രോഗം അനുഭവിക്കുന്നവരെ നടന്ന് ഈ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ നിന്നാണ് പല പ്രായമുള്ള ആൾക്കാരും വരുന്നത്. എന്നാൽ കൂടി തന്നെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അതിനെയെല്ലാം അവഗണിച്ച് ഗുരുദേവനെ കാണണം, ഗുരുദേവന്റെ ദർശനം കിട്ടണം, ഗുരുദേവന്റെ മണ്ണിൽ കാലുകുത്തണം എന്നുള്ള ഒരു ലക്ഷ്യം, എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഈ ഗുരുദേവന്റെ ഈ മണ്ണിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച തന്നെ. അതിന് നിയമപാലകരായ എല്ലാ ആൾക്കാരും തീർത്തും ഭക്തരുടെ ഒപ്പം തന്നെ ഭക്തർക്കൊപ്പം തന്നെയാണ്. അവരെ മറ്റൊരു രീതിയിലും കാണാതെ ഭക്തർ എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ നിയമപാലകരും കാണുന്നത്. തീർത്തും അവർക്ക് ഉള്ള എല്ലാ ആവശ്യങ്ങളും അവരെ നിറവേറ്റാൻ അവരെ സജ്ജമായി തന്നെ ആണ് നിൽക്കുന്നത്. അല്പം മുമ്പ് പിണറായി വിജയൻ ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹവും ഇവിടെ വന്ന് ദർശന സായുജ്യം അടഞ്ഞു പോവുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ദർശന സായുജ്യം അടഞ്ഞു പോകുന്ന കാഴ്ച ദൈവദശം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർത്തും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഗുരുദേവനെ കണ്ട് ഗുരുദേവൻ്റെ മുമ്പിൽ വന്ന് പല പരിഭവങ്ങളും പറഞ്ഞ് ഇനിയും വരുന്ന വർഷങ്ങളിലെങ്കിലും ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ എല്ലാം മാറ്റിത്തരണേ ഗുരുദേവ എന്നുള്ളൊരു ആപ്തവാക്യം അങ്ങനെയാണ് ഗുരുദേവൻ്റെ മുമ്പിലേക്ക് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഗുരുദേവനെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് പറയാനുള്ളത്. തീർത്തും പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്.